അവിടെ കോഴി വെട്ടി പോലീസുകാർ പിടിയും വേലിയൊക്കെ കൂടി അതിനുശേഷം എന്താ പറയുക അവർ ഞങ്ങൾ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു 14 ദിവസം ജയിലിലിട്ടു. അധ്യായം 6 സെക്ഷൻ 28 പറയുന്നത് എന്താ വെച്ചാൽ ഒരു മതത്തിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന മൃഗപക്ഷി ബലികൾ വെച്ചാൽ അനുവദനീയമായിട്ട് ഈ കാട്ടുമൃഗങ്ങളൊന്നും പറ്റില്ല, അനുവദനീയമായ മൃഗങ്ങളോ പക്ഷികളോ ബലി കൊടുക്കുന്നു, ആ മാംസം ഉപയോഗിക്കുന്നു എങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ കുറ്റമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിലൊരു നിയമമുണ്ട്. സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ഏത് നിയമം സ്വീകരിക്കേണ്ടതെന്ന്. ആദ്യകാലത്ത് എനിക്കും ഈ സംശയമുണ്ട്. പക്ഷെ മറിച്ച് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിലെ ആർട്ടിക്കിൾ 251 സെക്ഷൻ എന്താ പറയുക 1, 2, 3 സെക്ഷനുകളൊക്കെ ഉണ്ട്. ഇത് പ്രകാരം എന്താ വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കുമ്പോൾ സ്റ്റേറ്റിനും അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനും ഈ കേരള സർക്കാരിനും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനൊക്കെ ഓരോ നിയമങ്ങൾ നിശ്ചയിക്കാൻ വ്യത്യസ്ത ആശയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത നിയമങ്ങളാണ് ഭരണഘടന പറഞ്ഞത്. ഇത്തരത്തിൽ നിയമങ്ങൾ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു നിയമം നിശ്ചയിക്കുമ്പോഴും പാർലമെൻ്ററി നിയമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റിന് മറികടക്കാൻ പറ്റില്ല. ആ സ്റ്റേറ്റ് പാർലമെൻ്ററി നിയമത്തെ മറികടന്നുകൊണ്ടൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അസാധുവാണ് എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ബോധ്യപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ മുഖ്യം കൊടുക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മാറി മാറി വെച്ച സർക്കാർ ഉണ്ടാക്കുന്ന നിയമമല്ല, ഭരണഘടനയാണ്. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതാത് സർക്കാരുകളുടെ ഉത്തരവാദിത്വം. അല്ലാണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന കുന്തവും കുറച്ചൊക്കെ എന്ന് പറയുന്നവരുടെ ധാരണ പോലെയാണ്. അറിയാലോ ആരാ പറഞ്ഞതെന്നുള്ളത്. അതിനായിട്ട് ഞാൻ കേസ് പോയതാണ് കോടതിക്ക്, ഭരണഘടന ഇൻസൾട്ട് ചെയ്തിട്ട്. എൻ്റെ വിഷയം അതാ പറഞ്ഞത്, ഭരണഘടനകളോട് ഞങ്ങളതിനെ ഇൻസൾട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ നിയമം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസെടുക്കണം. ഇത് ആദ്യം കോഴി വെട്ടാൻ പോവല്ല ചെയ്ത്, ആദ്യം ഹൈക്കോടതിയാണ് സമീപിച്ചത്. ഹൈക്കോടതി എന്ത് ചെയ്തു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആചാരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ കോടതി പറഞ്ഞു ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമില്ല കേരളത്തിൽ, അതുകൊണ്ട് ഇത് പരിഗണിക്കില്ല. പട്ടികജാതിക്കാരൻ്റെ ആദിവാസിയുടെ ആചാരങ്ങളൊന്നും കോടതിക്ക് വിഷയമല്ല. ഈ പറയുന്ന ശബരിമലയും കൂടൽമാണിക്കൊക്കെയാണ് കോടതിക്ക് മുഖ്യം, ഹൈക്കോടതിക്ക് അന്നത്തെ കാലത്ത്, അന്നത്തെ ജഡ്ജി ഇരിക്കുന്ന സീറ്റിന്. അപ്പോൾ എന്ത് ചെയ്തു, അത് മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എന്താ വേണ്ടേ, പ്രശ്നം ഇല്ലെങ്കിൽ എന്താ വേണ്ടേ, പ്രശ്നം വേണ്ടേ. അറിഞ്ഞുകൊണ്ട് ഇതിന് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധി പോകുന്നത് ഉപ്പ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ ഗാന്ധിയാണെന്നല്ല പറയുന്നത്, അത്രയ്ക്ക് മഹത്വമൊന്നും എനിക്കില്ല. പക്ഷെ ഉപ്പ് കിട്ടില്ല എന്നറിഞ്ഞു പോയ ഗാന്ധിയെ പോലെ ഇത് പോകുമ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പോയി ഞാൻ ആ ആചാരങ്ങൾ ചെയ്ത് എൻ്റെ പൂർവികമായിട്ട് നിങ്ങൾ ആ മറ്റേ ജയന്തിക്കുണ്ടല്ലോ മുറം ചങ്ങല, അതിൽ ചങ്ങലയൊക്കെ ഞങ്ങളെ സിസ്റ്റമാണ്, ഞങ്ങളുടെ ആരാധനാ വസ്തുക്കളാണ് അതൊക്കെ നിങ്ങളിരുന്ന പോലെയല്ല. അതിനൊക്കെയാണ് ആക്ഷേപിക്കുന്ന ആളുകൾ. അതെടുത്തുകൊണ്ട് പോയി ഞാനവിടെ കോഴി വെട്ടി പോലീസുകാർ പിടിയും വേലിയൊക്കെ കൂടി അതിനുശേഷം എന്താ പറയുക അവർ ഞങ്ങൾ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു 14 ദിവസം ജയിലിലിട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ മരിച്ചു. ആൾദൈവമാണെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ രക്ഷിക്കണം, ഞാൻ ആൾദൈവമല്ല. എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ അറിയുന്നത് ജയിലിൽ നിന്നാണ്.